ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദ്യരായ കോറെപ്പിസ്കോപ്പ, ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും പരിശുദ്ധ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തു ഉയർത്തു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. ഇതാണ് ഈ സമയങ്ങളിലെ നമ്മുടെ പ്രധാനപ്പെട്ട ആപ്തവാക്യം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ നാളുകളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ ആരാധനയിലൂടെയും ജീവിതത്തിലൂടെയും പങ്കുചേർന്ന് ഉത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന ദൈവമക്കളായിട്ടാണ് നാം ഇപ്പോൾ വളരുന്നത്. ഉത്ഥാന പെരുന്നാളിന് ശേഷം പുതുഞായറാഴ്ച പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നീട് ക്രൈസ്തവ സഭ ആകമാനമായി ആഘോഷിക്കുന്ന വലിയ ഒരു പെരുന്നാളാണ് പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ. മലങ്കര സഭയിൽ മാത്രമല്ല, ലോകത്തിലെമ്പാടും ഈ വിശുദ്ധൻ്റെ പെരുന്നാൾ സാമൂഹം ആഘോഷിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ വസ്തുതയാണ്. പരിശുദ്ധ അമ്മയും അമ്മയുടെ പെരുന്നാളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന ആളാണ് പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദ. അമ്മയുടെ നാമത്തിലുള്ളതായ ദേവാലയങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളും സ്ഥാപിതമായിരിക്കുന്നതും ഈ വിശുദ്ധൻ്റെ പേരിലാണ്. വിശുദ്ധരെയും ശുദ്ധിമതികളെയും മാനിക്കാത്തതായ ക്രൈസ്തവ സഭകളിൽ പോലും ഈ വിശുദ്ധനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ചില പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ കൂടുതലുള്ള രാജ്യങ്ങളിലുമൊക്കെ ഈ വിശുദ്ധനെ അവരുടെ പേട്രൺ സെയിൻ്റായും സഭയുടെ നേതാവായും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കത്തോലിക്ക സഭ മാർ ഗീവർഗീസ് സഹദായെ ഒരു വിശുദ്ധനല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അവർക്ക് കുറച്ച് നാളെ അങ്ങനെ നിൽക്കാനായിട്ട് പറ്റിയുള്ളൂ. കാരണം ആ സഭയിലെ വിശ്വാസികൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭ ചിന്തിച്ച ചിന്തകളിൽ നിന്നും തീരുമാനങ്ങൾ അവർ പിൻവലിഞ്ഞു. ഇപ്പോൾ ഓർത്തഡോക്സുകാരേക്കാൾ കൂടുതൽ അവരാണ് ഈ വിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധൻ വളരെ വലിയ ഒരു മധ്യസ്ഥനായി നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. വിശുദ്ധരും ശുദ്ധിമതികളും നമുക്ക് ക്രിസ്തുവിന് മുൻപാകെ മധ്യസ്ഥരാണ്. ഏക മധ്യസ്ഥൻ ക്രിസ്തുവാകുന്നു എന്നത് ഒരു വിശുദ്ധ വേദപുസ്തക വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിലുമൊക്കെ ഏക മധ്യസ്ഥനും ഏക കാര്യസ്ഥനും ക്രിസ്തുവാകുന്നു എന്ന് പറയുന്നുണ്ട്. പരിമല പദയാത്രയ്ക്ക് കഴിഞ്ഞ 4-5 വർഷമായി നടന്നു പോകുന്നവരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ. ചെങ്ങന്നൂരിൽ നിന്ന് മദ്രാസ് ഭദ്രാസനത്തിലെ വിശ്വാസികൾ പദയാത്ര പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നടന്നു പോകാറുണ്ട്. നടന്നു പോകുമ്പോൾ ആ പാണ്ടനാട് ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വിശ്വാസ മന്ദിരം എന്ന പേരിലൊരു സ്ഥാപനമുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വാക്യങ്ങൾ. പോകുന്നവരെല്ലാവരും വായിക്കുന്നതിന് വേണ്ടിയാണ്. പദയാത്രയായി പരിമല വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന
സത്യവിശ്വാസികൾ ഈ വേദവാക്യം വായിച്ചിട്ട് വേണം പോകാനെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ എന്ന പേരുള്ള വിശുദ്ധ വേദവാക്യത്തെ വളരെ ഭംഗിയായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ആ എഴുതി വച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും പദയാത്ര പോകുന്ന ആളുകളൊന്നും ഇത് വിശ്വസിക്കുന്നതല്ലെന്ന്. തെറ്റുപറ്റിയിരിക്കുന്നത് ഈ കൂട്ടർക്കാണ്. കാരണം കർത്താവിൻ്റെ മധ്യസ്ഥതയെ ഒരു സാധാരണ മനുഷ്യൻ്റെ മധ്യസ്ഥതയായി ഇവർ താരതമ്യം ചെയ്തു. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ തെറ്റായി. യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ്. യേശുക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയോട് താരതമ്യം ചെയ്യുവാനോ തുല്യമായി നിൽക്കുവാനോ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ആർക്കും സാധ്യമല്ലാത്ത ഒരുത്തന് വെറും ഒരു സാധാരണ മധ്യസ്ഥനായി കർത്താവിനെ കണ്ടുകൊണ്ട് അങ്ങും ഇഞ്ഞും നോട്ടീസ് എഴുതി വിട്ടാലും ബാൻ എഴുതി വെച്ചാലും അത് പാപമാണ്, വേദവിപരീതമാണ്, അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള തെറ്റാണ്. ഇന്ന് ഇവിടെ വായിച്ചതായ വിശുദ്ധ വേദവായന ഭാഗത്തിൽ ഒരു വാചകം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. മനുഷ്യപുത്രനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ക്ഷമ കിട്ടും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഈ ലോകത്തിലും കിട്ടുകയില്ല, അടുത്ത ലോകത്തിലും കിട്ടുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത എന്നത് അതൊരു പ്രാർത്ഥനാ മധ്യസ്ഥതയല്ല. സാധാരണ നിങ്ങളും ഞാനും പരിമല തിരുമേനിയും ഗീവർഗീസായും പ്രാർത്ഥിക്കുന്നത് പോലെയുള്ളതല്ല. പിന്നെ എന്താണ്? നമുക്ക് വേണ്ടി, സർവ്വലോകത്തിനും വേണ്ടി കാൽവരി കുരിശിൽ പരമയാഗമായ മറുവിലയായി കൊടുത്ത ഏക മധ്യസ്ഥതയാണ്. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങനെ ആർക്കും നിൽക്കാനായിട്ട് ഒക്കുകയില്ല. ക്രിസ്തുവിന് മാത്രമേ അത് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയോട് ഒരാൾ പോലും താരതമ്യം ചെയ്യപ്പെടരുത്. ഇപ്പോഴത്തെ നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ബാനറുകളൊക്കെ നമ്മെ കാണിക്കാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. അബദ്ധത്തിൽ വീഴരുത്. അങ്ങനെ അബദ്ധത്തിൽ വീണാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്, തെറ്റാണ്. അതിനൊരിക്കലും ക്ഷമ കിട്ടുകയില്ല. ക്ഷമ കിട്ടാത്ത പാപത്തിൽ ക്രിസ്ത്യാനികൾ വീഴരുത്. പിന്നെ നാം ഇപ്പോൾ പരിമല തിരുമേനിയെയും ഗീവർഗീസ് സഹദായെയും മാർത്തോമാശ്ലീഹായെയും പരിശുദ്ധ അമ്മയെയും ഇവിടെ ഇരിക്കുന്ന വൈദികരെയും നിങ്ങളെ ഓരോരുത്തരെയും മധ്യസ്ഥരായി സ്വീകരിച്ചിട്ടുണ്ട്. ഗീവർഗീസ് സഹദായ മാത്രമല്ല മധ്യസ്ഥനായി വെച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കോശീശനെ കാണുമ്പോൾ അച്ഛനോട് പറയാറുണ്ട്, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛനെ ഞാൻ എൻ്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് മറ്റേ കൂട്ടരും ചെയ്യും. ആരാ? ഈ പറഞ്ഞവരും ചെയ്യും. സാറാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശോശമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചാക്കോച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പേരെന്തുവാ? ഇതിൻ്റെ പേരെന്താ? ഇതാണ് മധ്യസ്ഥത. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ടാമതൊരു മധ്യസ്ഥതയുണ്ട്. ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുന്നതും. ആ രണ്ടാമത്തെ മധ്യസ്ഥതയാണ് നാം വിശുദ്ധരെയും ശുദ്ധിമതികളെയും നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്നതായ പ്രാർത്ഥനാ മധ്യസ്ഥത. അതാരും മറക്കരുത്. അവരുടെ മധ്യസ്ഥന്മാർ ഇല്ല എന്ന് ഈ ലോകത്തിൽ ആർക്കും തന്നെ പറയാനൊക്കെയല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ കൂട്ടർ മറ്റൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ മറ്റൊരാളോട് പ്രാർത്ഥന ചോദിക്കുകയോ ചെയ്യരുത്. ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ മറ്റൊരാളോട് പ്രാർത്ഥന ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നു എന്നാണ്. അതൊരു വേദപുസ്തക സത്യമാണ്. ഈ വേദപുസ്തക സത്യത്തെ മറികടന്ന് മധ്യസ്ഥത എന്നൊന്നില്ലെന്നും മധ്യസ്ഥന്മാരെന്നൊന്നില്ലെന്നും ഒക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ
അത് മനുഷ്യപുത്രനെതിരെ മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെയുമുള്ള വലിയ പാപമായി നാം കാണുന്നു. അതിനെതിരെയുള്ള ഒരു പെരുന്നാളായിട്ട് വേണം പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാളിനെ നാം കൊണ്ടാടുവാൻ. സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ ഉരകല്ലായിട്ടാണ് വിശുദ്ധരെയും ശുദ്ധിമതികളെയും നാം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതും. ദൈവമാണ് നമുക്ക് രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. ദാനം നൽകിയ രക്ഷയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ സഭാമക്കൾ എന്ന നിലയ്ക്ക് പല മാർഗങ്ങൾ നാം ഉപയോഗിക്കുന്നു. അതിൽ ഒരു കാര്യമാണ് പെരുന്നാൾ ആഘോഷം. വിശുദ്ധരെയും ശുദ്ധിമതികളെയും ദൈവസന്നിധിയിൽ സ്മരിക്കുകയും അവരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുക എന്നത്. എൻ്റെ നാമത്തിൽ ഒരാളെ നിങ്ങൾ ആദരിച്ചാൽ ഞാൻ നിങ്ങളെ ആദരിക്കും. എൻ്റെ നാമത്തിൽ ഒരാളെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ അതെന്നെ ആദരിക്കുന്നതാണ്. എന്നെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ എന്നെ അയച്ച പിതാവിനെ ആദരിക്കുന്നതാണ്. ഈ ഒരു വിശുദ്ധ വേദകൽപ്പനയെ അതുപോലെ സ്വീകരിക്കുന്ന അനുഭവമാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ. ഞായറാഴ്ച ആചരണങ്ങളും വിശുദ്ധ കുർബാനയും നോമ്പും ഉപവാസവും പെരുന്നാൾ ആഘോഷങ്ങളും കാനോനിക നമസ്കാരങ്ങളും ദാനധർമ്മ പ്രവർത്തനങ്ങളും ജീവിതത്തിൻ്റെ നല്ല രീതിയിലുള്ള യാത്രയും ഇതെല്ലാം ഈ രക്ഷയുടെ അനുഭവത്തെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്ന പൂർണ്ണതയിലേക്ക് വരുന്നതായ വലിയൊരു കാര്യമായി നാം ഏവരും കാണണം. ഇന്ന് വലിയൊരു വിശുദ്ധനെയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുന്നത്. ഈ വിശുദ്ധനിലേക്ക് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെ ഞാനും നിങ്ങൾ എവിടെ ഇരിക്കേണ്ടി വരും, എന്നാലും തീരുകയില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. ഇതേ വേദഭാഗം മറ്റൊരു രീതിയിൽ പരിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം. വീട്ടിൽ പോയി വായിക്കണം. ഇവിടെ പൊതുവായി എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ വിശുദ്ധനുമായി നമുക്ക് നമ്മെ ഒന്ന് ബന്ധപ്പെടുത്താം. ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത്, ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. ആരാണൊരു വിശുദ്ധൻ? ആരാണ് ഗീവർഗീസ് സഹോദര? ആരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാത്തവർ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാത്തവർ. അതല്ലേ നമ്മുടെ കർത്താവ്? അതല്ലേ പരിശുദ്ധ അമ്മ? അതല്ലേ നാം ആചരിക്കുന്ന വിശുദ്ധന്മാർ? അങ്ങനെയല്ലേ നാമും ആകേണ്ടത്? ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാത്തവർ, കൊന്നിട്ട് നരകത്തിലിടുന്നവനെ ഭയപ്പെടുന്നവർ. കൊന്നിട്ട് നരകത്തിലിടുന്നവരെ ഭയപ്പെടുന്നവർ. അത് വേറെ ആരുമല്ല. നമ്മെ സ്വർഗത്തിലിടുവാനും നരകത്തിലിടുവാനും ഒരേ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതാരാണ്? ദൈവം. മനുഷ്യനെ പിശാചാണ് ശരീരത്തെ കൊല്ലുന്നത്. എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും കൊന്ന് നരകത്തിലേക്ക് ഇടുന്നത് ദൈവമാണ്. അതിൻ്റെ കാരണക്കാരൻ നാമുമാണ്. അതിൻ്റെ കാരണം നാമുമാണ്. അതാണിവിടെ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വേദഭാഗം. ഇന്നത്തെ സുവിശേഷം കഥ മാറിയിട്ടുണ്ട്. കഥ മാറിയ സുവിശേഷമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങ് നിന്നും ഇങ്ങുമൊക്കെ ചില ശകലങ്ങളെടുത്ത് വളരെ ഭംഗിയായി ഇങ്ങു വന്നാട്ടെ ഇപ്പം തന്നേക്കാം എന്ന് പറയുന്ന
സുവിശേഷങ്ങളിലാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യം. അതിനപ്പുറത്തേക്കൊരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. വന്നാട്ടെ വന്നാട്ടെ വാങ്ങിച്ചാട്ടെ, വന്നാട്ടെ വന്നാട്ടെ കൊണ്ടുപോയിക്കോട്ടെ. ഇതിന് അപ്പുറത്തേക്ക് ഒരു സുവിശേഷമില്ലാത്തൊരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഇപ്പം എന്തോ പരിപാടി, ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. തിരുമേനിയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുന്നത്. കയ്യിലൊരു കുരിശും തലയിൽ 12 കുരിശും കഴുത്തിലൊരു കുരിശും ഇതൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ട് പോവാ തിരുമേനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ആരെങ്കിലും ചോദിച്ചാലേ ഇതൊക്കെ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ വേറെ ചില ആളുകളുണ്ട് എപ്പോൾ നോക്കിയാലും ഇതേ പറയത്തുള്ളൂ. എന്തുവാന്ന് പറഞ്ഞാൽ ഉടനെ പറയും ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയല്ല. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മഹാകുഴപ്പത്തിൽ നാം ആയിരിക്കുന്നു. കാരണം എല്ലാവരും ഇറങ്ങിയിരിക്കുക ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ. കുരിശ് ധരിക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകളും പതുക്കെ ഒരു കുരിശൊക്കെ എടുത്തിട്ട് ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് നീളം താഴേക്കാക്കി ഇപ്പം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അതിൻ്റെ പിന്നാലെയും ഓടുന്ന ആളുകൾ കൂടുകയാണ്. എല്ലാത്തിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകൾ കൂടുകയാണ്. അങ്ങനെ ഉള്ളിടത്ത് ഈ ഗീവർഗീസ് സഹോദരക്കൊക്കെ എവിടാ സ്ഥാനം? ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാത്ത, നരകത്തിൽ തള്ളിയിടുന്നവനെ ഭയപ്പെട്ട മാർ ഗീവർഗീസ് സഹോദരയെ എവിടെ നിർത്തും? വലിയൊരു പ്രശ്നത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെ അല്ല നമുക്ക് വേണ്ടത്. അത് കളിപ്പീരാണ്. കാരണം അത് ഈ പാരഡി പാടുന്നതും കോമഡി പാടുന്നത് പോലെ ഉള്ളൂ. വേദവാക്യങ്ങൾ ഞങ്ങൾക്ക് ആദായമാകാൻ, അത് കോമഡിയാ ഇല്ലേ? ആദായമാക്കുന്ന വേദവാക്യങ്ങൾ എല്ലാം എൻ്റെ മഹത്വത്തിനായി, എല്ലാം എൻ്റെ കുടുംബത്തിനായി എന്ന് പറയുന്ന കോമഡി പാരഡി. ആ പാരഡി ഷോയിലും കോമഡി ഷോയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഗീവർഗീസ് സഹോദര ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടാതെ, നരകത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നവനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയോട് പോരാടിയ ഗീവർഗീസ് സഹോദരയുടെ സ്ഥാനം എവിടെയാ? ഇത് ഗൗരവത്തോടെ കാണണം. ഇത് സത്യവിശ്വാസികൾ ഗൗരവത്തോടെ കാണണം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്ത് അവന് വേണ്ടി ജീവിക്കുവാനും ജീവിച്ചു മരിക്കുവാനും അതുവഴി മഹത്വീകരണത്തിലേക്ക് പോകുവാനും നമുക്ക് സാധ്യമാകണം. ആ ഒരു സാധ്യതയാണ് ഈ പെരുന്നാളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. കാരണം അങ്ങനെ ഒരു വിശുദ്ധനാണ് മാർ ഗീവർഗീസ്. വിനിയാസ് എന്ന പേരിൽ വളർന്നു, പട്ടാളക്കാരനായി മാറി, ക്രിസ്ത്യാനികളെ ഒരുപാട് പീഡിപ്പിച്ചു. പക്ഷേ മരണത്തെ ഭയമില്ലാതെ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസധീരതയോട് പ്രത്യാശയിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസധീരത കണ്ട വിനിയാസ് മാനസാന്തരപ്പെട്ടു, ക്രിസ്ത്യാനിയായി, ഗീവർഗീസായി, ക്രിസ്ത്യാനിയുടെ ഉദ്ധാരകനായി മാറി. അന്നു മുതൽ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ക്രിസ്തുവിൻ്റെ കാവൽപ്പടനായി മാറി. അങ്ങനെ ഒരാളുടെ പെരുന്നാളാണ് നിങ്ങളിപ്പോൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ എന്തിനാ പള്ളി വന്നതെന്ന് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും വീട്ടിൽ പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാണ് ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാളിന് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്പനിഗ്രഹനാണ് പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹോദര, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറരുത് എന്ന് പറയും. അതിനാ പള്ളിയിൽ പോകുന്നത്. അപ്പം കൊണ്ടുപോകുന്നതും ഇറച്ചി കൊടുക്കുന്നതും പള്ളിയിൽ പോകുന്നതും നേർച്ച കൂട്ട് നടത്തുന്നതും ഒക്കെ ഇതിനു വേണ്ടിയാണ്. പക്ഷേ സ്വയം പാമ്പാകുന്നതിനെ നിയന്ത്രിക്കുന്നുണ്ടോ? ഉണ്ടോ? വെർളശ്ശേരി എനിക്കറിയാൻ മേല. ഞങ്ങൾ മദ്രാസിലൊക്കെ ഞാനിത് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകും.
പെർളശ്ശേരിയെക്കുറിച്ച് ഞാൻ ജിതിനോടൊന്നും ചോദിച്ചിട്ടില്ല. ജിബിനോട് എങ്ങനെയാ മോനെ അവിടെ എന്ന്. സ്വയം പാമ്പാകുന്നതിനെ നിയന്ത്രിക്കുന്നുണ്ടോ? അതിൽ നിന്ന് രക്ഷ നേടാൻ ഗീവർഗീസായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടോ? അതോ അതുകൂടി കൂട്ടിയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത്? അതും അതിൻ്റെ ഒരു ഭാഗമാക്കി മാറിയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത്? അങ്ങനെയാകുമ്പോൾ പെരുന്നാളിന് അർത്ഥമില്ലാതെ വരും, ഗീവർഗീസഹതായ്ക്ക് അർത്ഥമില്ലാതെ വരും. ഞാനെൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, 2-3 വാക്കുകൾ ഞാൻ എടുത്തു പറയുകയാണ്. ഒന്ന്, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. ഇന്നിവിടെ വായിച്ച വിശുദ്ധ വേദഭാഗമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അതായിരിക്കണം ജീവിതം. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയുടെയും ഗീവർഗീസഹതയുടെയൊക്കെ ജീവിതം അതാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അത് കളയരുത്. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമക്കളായി നാം ഓരോരുത്തരും മാറണം. 2, സൗന്ദര്യം. ഇന്നിവിടെ വായിച്ച പ്രബിയോൻ സദറ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സൗന്ദര്യ ശ്രേഷ്ഠനായ മാർ ഗീവർഗീസഹത എന്ന് വിളിച്ചാണ് നാം പ്രാർത്ഥിച്ചത്. വിശുദ്ധ ആരാധനയിൽ സൗന്ദര്യവും സുഗന്ധവും സൗരഭ്യവും സുരഭിലവും ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു ആരാധനയാണ് നമ്മുടേത്. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പരിശുദ്ധ സഭയിൽ ചേർക്കുകയും ചെയ്തത് ഈ സൗരഭ്യത്തിലാണ്, സൗന്ദര്യത്തിലാണ്. ഈ സൗന്ദര്യമൊക്കെ നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഈ സൗന്ദര്യം നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്നിലുണ്ട്, മറ്റേ ആളിലുമുണ്ട് എന്ന ബോധത്തോടുകൂടി അതിനെ അതുപോലെ നിലനിർത്തുവാനായി ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്നത് ഇവിടെ പരിശോധിക്കണം. 3, തിരിച്ചറിവ്. തിരിച്ചറിവില്ലാത്തത് ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഡിസേൺമെന്റ്. ഫിലിപ്പിയ ലേഖനം 1-9 വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മതിന്മകളെ വിവേചിച്ചറിഞ്ഞ് നല്ലതിനോട് ചേർന്ന് നിന്ന് തിന്മയെ ദൂരത്തെറിയുക എന്നത്. സത്യത്തിൻ്റെയും ദിവ്യസ്നേഹത്തിൻ്റെയും പരിജ്ഞാനത്തിൽ നിറയുവാൻ അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നു. അതാണ് ഗീവർഗീസഹത. തിന്മയോട് പോരാടിയതിൻ്റെ പ്രതീകാത്മകമായ ഒരു ചിത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. കയ്യിലൊരു കുന്തം പിടിച്ച് സർപ്പത്തിൻ്റെ വായിലേക്ക് അതിനെ ഇറക്കി അതിനെ കൊന്ന് ദേശത്തെയും കന്യകമാരെയും രക്ഷിച്ച ഗീവർഗീസഹതയെ കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഞങ്ങളും തിന്മയോട് പോരാടും, നന്മയെ ജയിപ്പിക്കും. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളായി ഞങ്ങൾ മാറും. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു ദേവാലയമാണിത്. അതുകൊണ്ട് ഈ പള്ളിയിലുള്ള ഇവിടെ ആരാധനയ്ക്ക് കൂടുന്ന ഒരാൾ പോലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എല്ലാവരും കൂടെ ചേർന്ന് തിന്മയോട് പോരാടി നന്മയെ ജയിപ്പിച്ച് സുഹൃതങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായി മാറണം. അങ്ങനെയാകുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 44-ാമത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എനിക്ക് നിങ്ങൾക്ക് വേണ്ട അതാണ്. അവസാനത്തോളം സഹിച്ചിരിക്കണം, രക്ഷയുടെ അനുഭവം പ്രാപ്യമാക്കണം. ദൈവം നിങ്ങളെയും എന്നെയും പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹിക്കുകയും രക്ഷ പൂർണ്ണമായി പ്രാപിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.